ഇനി കണ്ടതും കേട്ടതും. വിജയകുമാർ, നമ്മൾ ഇതിൽ നേരത്തെ നമ്മൾ ഒരു തവണ AI പ്രചാരണത്തെ പറ്റി നമ്മൾ പറഞ്ഞു, പക്ഷേ ഇത്തവണ അത് കുറച്ച് വ്യത്യസ്തമാണ്. AI കൊണ്ടുള്ള വ്യാജന്മാരെ കുറിച്ചല്ല, ഒറിജിനലുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. EK നായനാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ സംസാരിക്കും? അത് മാത്രമല്ല വിജയകുമാർ, സ്ഥാനാർത്ഥി വിരൽത്തുമ്പിൽ എത്തിക്കാനുള്ള ചില സാങ്കേതിക വിദ്യ കൂടിയുണ്ട്. കാണാം നമുക്ക് സാങ്കേതിക വിദ്യ നടത്തുന്ന ചില പ്രചാരണങ്ങൾ. നിങ്ങൾക്കറിയാടോ ആരാ നാട്ടിങ്ങിന് നമ്മളെ സ്ഥാനാർത്ഥി? നമ്മളെ ജോയ്. ഓനെല്ലാത്തിനും ഉഷാറാണ്. നാട്ടുകാർക്ക് എന്തിനും പറ്റുന്നവനാ. ഈ RSSന്റെയും സംഘപരിവാറിന്റെയും പടപ്പൊന്നും ഓൻ്റെ അടുത്ത് നടക്കൂല. പൈസേൻ്റെ ഏർപ്പാടും കൊണ്ടുപോയാൽ ഓൻ ഓടിക്കും. എന്ത് സഹായത്തിനും ഏത് സമയത്തോടെ ഓൻ ഉണ്ടാവും. മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സമുന്നത നേതാവുമായ EK നായനാരെ രംഗത്തിറക്കിയാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയിക്കായുള്ള വോട്ടഭ്യർത്ഥന. നയനാർ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാണ്. എപ്പോഴും വളരെ ജനകീയനാണ്, ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത്. AI സഹായത്തോടുകൂടി സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി ഞങ്ങൾ ഇന്നോവേറ്റീവായിട്ട് പ്രചരണ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. ബംഗാളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ AI സഖാവ് സമന്ത CPIMനായി വോട്ട് തേടുന്നത് വൈറലായിരുന്നു. തൊട്ടു പിന്നാലെയാണ് കേരളത്തിൽ സാക്ഷാൽ EK നായനാരെ തന്നെ AI സാങ്കേതിക വിദ്യയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓ നമ്മളാളാ, നമ്മളെ ജോയ്. ഓനെ ഇങ്ങോട്ട് ജയിപ്പിച്ചു വിടണം. ബംഗാളിൽ അതെ 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 കേരളത്തിൽ ഈ വിദ്യ ഉപയോഗിച്ച് EK നായനാർ സംസാരിക്കുന്നു. എല്ലാ കാലത്തും CPM വേട്ടയാടുന്ന ചോദ്യം കമ്പ്യൂട്ടറിനെതിരെ നിങ്ങൾ സമരം ചെയ്തവരല്ലേ? അതാണ് കമ്പ്യൂട്ടറിനെതിരായ സമരം എന്നൊക്കെ പറയുന്നത്. അന്നുയർന്നു വന്ന അന്നത്തെ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കൺസേണിൽ നിന്ന് തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ ചില കൺസേൺസ് മാത്രമാണ്. ആ കൺസേൺസ് ഉയർത്തിയ തൊഴിലാളി സംഘടന ലെഫ്റ്റ് മാത്രമല്ല, CIT മാത്രമല്ല, BMS ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും അവരത് സമീപകാലം വരെ അവരുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവരുടെ സമരങ്ങളിലൊന്നായി അവർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി അനാവശ്യമായൊരു കല്ലെറിയൽ മാത്രമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണ പരിപാടിക്കിടെയാണ് ഈ കാഴ്ച. വിസിറ്റിംഗ് കാർഡ് വലുപ്പത്തിലുള്ള ഒരു കാർഡ് പ്രവർത്തകർ അണികൾക്ക് നൽകി കാര്യം വിശദീകരിക്കുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഗെറ്റ് യുവർ ഫോട്ടോസ് ഓൺ യുവർ ഫോൺ. സ്ഥാനാർത്ഥിക്കൊപ്പം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കും. രാജീവ് ചന്ദ്രശേഖറുള്ള ഫ്രെയിമിൽ എവിടെയെങ്കിലും തല പതിഞ്ഞാലും മതി, ചിത്രം കിട്ടും. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത പേരും ഫോൺ നമ്പരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകി ഒരു സെൽഫിയും എടുത്താൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ചിത്രങ്ങൾ ഫോണിലെത്തും, വാട്സാപ്പിലെത്തും. രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് വരുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, വിവര സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലമാണ് നമ്മുടെ ലോകം ഇന്ന് വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിലും വൈവിധ്യമാർന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് IT സെല്ല് ഒരു പുതിയ സംവിധാനം രൂപപ്പെടുത്തുകയാണ്. നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ ചിത്രം എടുത്തവർക്കെല്ലാം അവരുടെ ചിത്രങ്ങൾ അവരുടെ ഫോണിൽ വാട്സപ്പിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു മെക്കാനിസമാണ്. പൂർണ്ണമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. പുതിയ ലോകം, പുതിയ കാലം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പുതുമയുടെ ആഘോഷം. വരും ദിവസങ്ങളിൽ വമ്പൻ AI സർപ്രൈസുകളാണ് മുന്നണികൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. വിജയകുമാർ, ഈ പോക്ക് പോയാൽ അന്തരിച്ചു പോയ നേതാക്കന്മാരൊക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജീവൻ വെച്ച് എഴുന്നേറ്റ് പ്രസ്താവന നടത്തുകയും ചെയ്യും. ഇവരെയൊക്കെ അനുകരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ശബ്ദമൊക്കെ അവർ കൊടുത്തോളൂ അല്ലേ? AI സാധ്യത വെച്ചിട്ട് ഇനി പല നേതാക്കന്മാരെയും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും. തെരഞ്ഞെടുപ്പ് രംഗമാകെ ഹൈടെക് ആകുകയാണ്, വലിയ മാറ്റമാണല്ലേ കാണുന്നത് അല്ലേ? ആ സമയത്താണ് നമ്മൾ ബാലറ്റ് പേപ്പർ തന്നെ വേണമെന്നും പറയുന്നത് അല്ലേ? ചേർച്ചയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.